2009 പ്രവാസി കലാസാഹിത്യവേദി രൂപീകൃതമാണ്. ഇതിന്റെ സുവർണ ജൂബിലി ആഘോഷമാണ്. ആഘോഷത്തോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോരോ പരിപാടികൾ നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 3-4 പരിപാടികൾ കഴിഞ്ഞ എറണാകുളത്ത് വെച്ച് നടന്ന പരിപാടി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലകാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ അന്താരാഷ്ട്ര സംഗീതോത്സവം പാലക്കാട് നടക്കുകയുണ്ടായി. ഇപ്പൊ തൃശ്ശൂരില് 15-ാം തീയതി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുമായി സഹകരിച്ച് ദേശീയ നാടകോത്സവവും കലാസാധക സംഗമവും നടക്കുക. 4 നാടകങ്ങളാണ് 15, 16, 17, 18 ഇങ്ങനെ 4 ദിവസമായിട്ട് 4 നാടകങ്ങൾ അരങ്ങേറുന്നുണ്ട്. 15-ാം തീയതി കേളിയോട് കൂടിയിട്ടാണ് പരിപാടികൾ തുടങ്ങുന്നത്. കൃഷ്ണനാഗക്കളമുണ്ട്, പൂതനംതിറയും, കണ്ണിയാർകളി, കോതമൂരിയാട്ടം, കണ്ണൂരിൽ മാത്രം കണ്ടുവന്നിട്ടുള്ള കോതമൂരിയാട്ടം എന്നുള്ളൊരു നാടകകലാരൂപത്തെ നമ്മൾ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ആളുകൾക്കും കൂടെ പരിചയപ്പെടുത്തുക. അങ്ങനെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ് നമ്മൾ ഈ കലാസാധക സംഗമത്തോടുകൂടി ഉദ്ദേശിക്കുന്നത്. പിന്നെ കൂടിയാട്ടം, കൂത്ത് തുടങ്ങിയിട്ടുള്ള രംഗങ്ങളിലുള്ള മാസ്റ്റേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. സിനിമ ഗാനരംഗത്ത് ഔസേപ്പച്ചൻ, മോഹൻ സിത്താര, വിദ്യാധര മാഷ് തുടങ്ങിയിട്ടുള്ള ആളുകളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. ഈ മേളകലാരംഗത്തെയും ലെജൻസിനെ ആദരിക്കുന്ന, അങ്ങനെ കലാസാധകരെ ആദരിക്കുന്ന ചടങ്ങും കൂടെ ഈ പരിപാടിയോടൊപ്പം നമ്മൾ ഒരുക്കുന്നുണ്ട്. 15, 16, 17, 18 അങ്ങനെ 4 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാക്കി നമസ്കാരം. അദ്ദേഹം പറഞ്ഞിട്ട് കൂടുതലൊന്നും പറയേണ്ടതായിട്ടല്ല, എങ്കിൽ പോലും കാരണം വിശദമായിട്ട് ഇതിലുണ്ടല്ലോ. സുവർണ ജൂബിലി ആഘോഷം എന്നുള്ള നിലയ്ക്ക് അത് കൂടുതലായിട്ട് കലാരംഗത്ത് അതിനുള്ള പ്രാമുഖ്യം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് മറ്റതൊക്കെ പല തരത്തിൽ പല ദിക്കിലും നടത്തിയ കൂട്ടത്തിൽ തൃശ്ശൂർ നാടകത്തിനാണ് പ്രാധാന്യം കൊടുത്തേക്കുന്നത്. അങ്ങനെയാണ് ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ നാടകങ്ങൾ എന്നുള്ള നിലയ്ക്ക് ആ നാടകങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. 4 ദിവസവും നാടകം എന്നുള്ളതായിരിക്കും. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വാദ്യകലാകാരന്മാരെയാണ് ആദരിക്കുന്നത്. ഓരോ രംഗത്തും അതേ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആൾക്കാരെ ആദരിക്കുക എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ വാദ്യകലാരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആൾക്കാർ. മറ്റൊരു ദിവസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഥകളി, കൂടിയാട്ടം തുടങ്ങിയിട്ടുള്ളതായ കലാരൂപങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആൾക്കാർ. സംഗീത രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആൾക്കാരെ മറ്റൊരു ദിവസം എന്നുള്ളത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ ഉള്ള ഓരോ രംഗത്തും അതെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ തന്നെ അംഗീകരിക്കുക, അവരെയൊക്കെ തന്നെ ആദരിക്കുക എന്നുള്ളത്. ഇതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യം. അപ്പോൾ 4 ദിവസമായിട്ട് ആദ്യത്തെ ദിവസമാണ് അതിൻ്റെ ഉദ്ഘാടനം. ശിവരാത്രി ദിവസമാണ്. അതിൻ്റെതായ തിരക്കൊക്കെ തന്നെയുണ്ട്. എങ്കിൽ പോലും അത് അന്നത്തെ ദിവസം വൈകുന്നേരം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവരുകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സാഹിത്യ കലാരംഗങ്ങളിലൊക്കെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ വിവിധ ദിവസങ്ങളിലായിട്ട് ഇതിലൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത്. ഭാഷാമന്യനെ പോലുള്ള ആൾക്കാർ. അപ്പോൾ ഇതിലൊക്കെ ചിലപ്പോൾ എന്താ വെച്ചാൽ ഈ ആദ്യത്തെ ദിവസം ശിവരാത്രി ആയതുകൊണ്ട് ആ ശിവരാത്രിയുടേതായിട്ടുള്ള പല ആൾക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്തരം ശിവരാത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു എന്ന് വരാം. എങ്കിൽ പോലും അതെ ഉദ്ഘാടന സെഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ 15-ാം തീയതി നടക്കും. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഓരോ കാര്യങ്ങളിലും അത് നാടകവും അതാത് ദിവസങ്ങളിൽ തന്നെയാണ്. അപ്പോൾ പുറമേ നിന്നുള്ളതായിട്ടുള്ള ആൾക്കാരാണ് എന്താ പറയുക, ദേശീയ അമേച്വർ നാടകം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അത് അവതരിപ്പിക്കുന്നത്. ഈ വക പരിപാടികളിലൊക്കെ തന്നെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവുക, അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ളതായ സഹായവും സഹകരണവും ഉണ്ടാവുക, അത് അഭ്യർത്ഥിക്കുകയാണ് മുഖ്യമായിട്ട് ഇതിൻ്റെ ഉദ്ദേശം എന്നാണ്. ഈ പത്രസമ്മേളനത്തിൽ ഈ രക്ഷാധികാരി കെ കിട്ടുനായരുടെ എത്തിയിട്ടില്ല. അതിന് പകരം ശശിനാരായണൻ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രതിനിധിയാണ്. അദ്ദേഹം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശശിനാരായണൻജി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ തപസ്യയുമായി സഹകരിച്ചുകൊണ്ടാണ് ഇന്ന് ഒരു നാടകോത്സവം കൂടെ ചെയ്യുന്നത്. ഇതിൽ സുരേഷ് ഗോപി അതിന് ഉദ്ഘാടനം ചെയ്യും. ആശാ മേനോൻ, ഔഷധിയുടെ ചെയർപേഴ്സൺ ശോഭന ജോർജ്, ബാലേന്ദ്ര മേനോൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ അതിൽ പങ്കെടുക്കും. എല്ലാവരും 4 ദിവസവും
പത്രത്തിന്റെയും ദൃശ്യമാധ്യമത്തിന്റെയൊക്കെ പ്രതിനിധികൾ ആ പരിപാടിയിൽ ഉണ്ടാവണം, വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകണം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. സംസ്ഥാന തലത്തില് നാടകങ്ങളൊന്നും അവതരിപ്പിക്കില്ല. അല്ല, സംസ്ഥാന തലം മുതൽ മലയാള നാടകങ്ങളില്ല. പിന്നെ 4 നാടകങ്ങളും മലയാളത്തിന് പുറമെയുള്ള നാടകങ്ങളാണ്. ഇത് ദേശീയ നാടകങ്ങൾ തന്നെയാണ്. കന്നഡയുണ്ട്, തമിഴുണ്ട്, ഒക്കെയാണുള്ളത്. ഇദ്ദേഹം മുരളി കോളങ്ങാട്ട്. മുരളി കോളങ്ങാട്ട് എന്നാണ് പേര്. തീയതി നമ്മൾ പ്രധാനമായിട്ട് കേരളത്തിലെ അമച്വർ നാടക രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാടകക്കാരെ ആദരിക്കുന്ന കൂടി NSTയുടെ ഒരു താല്പര്യപ്രകാരം നാടകക്കാരെ മാത്രമായിട്ട് 18-ാം തീയതി ആദരിക്കുന്നുണ്ട്. പിന്നെ നാടകങ്ങൾ ഇത് ദേശീയ തലത്തിൽ NST തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുള്ള നാടകങ്ങളാണ്. അപ്പം പൊതുവെ പുറത്തുള്ള നാടകങ്ങളാണ് ഇതെന്ന് മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ നിന്നുള്ളത് അവർ ഡൽഹിയിലാണ് വരും, പുറത്ത് സ്ഥലങ്ങളത്. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാൻ? അതെ, അപ്പൊ എല്ലാവരും വരിക, സഹകരിക്കുക.